തന്നെ ഉപദ്രവിക്കാൻ ചില ആളുകൾക്ക് താല്പര്യമെന്ന് ഗതാഗത മന്ത്രി കെ.വി. ഗണേഷ് കുമാർ. താൻ ആരെയും ദ്രോഹിക്കാറില്ല. താൻ പറയുന്ന സത്യം ദൈവത്തിന് മുന്നിൽ തെളിയും. അതേസമയം കേരളത്തിൽ നികുതി കൂടുതലാണ്, അതിനാൽ വാഹന രജിസ്ട്രേഷൻ വരുമാനം പുറത്തു പോകുന്നു എന്നും ഇത് സർക്കാർ പരിശോധിക്കുമെന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ പ്രൈവറ്റ് ബസ് കൂടി വേണമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. പ്രശാന്താണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, എന്തായാലും ഇലക്ട്രിക് ബസ് വിവാദങ്ങൾ ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ ഗണേഷ് കുമാറിനെ തേടി എത്തിയിരുന്നു. ഇതിൽ CPM-നുള്ളിൽ നിന്ന് പോലും ഒരു അദ്ദേഹത്തിന് എതിരായ ഒരു അഭിപ്രായം, ഒരു പക്ഷെ പരോക്ഷമായ ഒരു താക്കീതിൻ്റെ രീതിയിൽ കൂടി കേൾക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയിരുന്നു. അതിനുശേഷമാണ് ഗണേഷ് കുമാറിൻ്റെ ഈ പ്രസ്താവനയും വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം ഇന്ന് പറയുന്നത്? അനു, ഈ വിവാദങ്ങൾ ഗണേഷ് കുമാറിനെ വിട്ടൊഴിയുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ മന്ത്രിസഭാ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്നെ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. പല CPM-ലടക്കം മുന്നണിയിലടക്കം എതിർ അഭിപ്രായങ്ങളൊക്കെ ഉയർന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് വരുന്നത്. ആ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം നടന്ന പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ വീണ്ടും പുതിയ ഒരു വിവാദത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ഈ പിണറായി സർക്കാരിന്റെ ഒരു അഭിമാന പദ്ധതി എന്ന നിലയിലേക്കാണ് ഈ ബസ്സുകൾ തലസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ഈ ബസ്സുകൾ കൂടുതൽ വാങ്ങുകയൊക്കെ ചെയ്തിരുന്നു. ആ ബസ്സാണ് ഗണേഷ് കുമാർ വേണ്ടെന്ന് വെച്ചത്, അല്ലെങ്കിൽ ആ നിർത്താനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. അതാണ് ആ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയരുകയും വി കെ പ്രശാന്ത് MLA അടക്കമുള്ള രംഗത്ത് വരികയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി തന്നെ അതിനെ എതിർത്തുകൊണ്ട്, ആ തീരുമാനത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതോടെയാണ് ഈ ഗണേഷ് കുമാർ പ്രതിരോധത്തിലായത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ വീണ്ടും ആദ്യമായൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. വളരെ വികാരാധീനനായാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. താൻ പറയുന്നതെല്ലാം സത്യമാണ്, ദൈവത്തിന് മുന്നിൽ തെളിയും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ താൻ ആരെയും ദ്രോഹിക്കാനല്ല ഇത് പറഞ്ഞത്, എന്നാൽ തന്നെ ദ്രോഹിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്നും ഗണേഷ് കുമാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു തീരുമാനവും എടുക്കില്ല, ഉദ്യോഗസ്ഥർ മാത്രം ഈ വിഷയത്തിൽ തീരുമാനമെടുത്ത് പറയും എന്നാണ് ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. എന്തായാലും ഇത് ചൂണ്ടിക്കാണിക്കുന്നത് പ്രശാന്ത്, MV ഗോവിന്ദന്റെ മറുപടിയാണോ? കാരണം മന്ത്രിയല്ല, മന്ത്രിസഭയാണല്ലോ ഇപ്രകാരം തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നതാണല്ലോ ഈ ഇലക്ട്രിക് ബസ് വിവാദം നടന്നിരുന്നപ്പോൾ. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. CPI സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തവേ ഈ ഇലക്ട്രിക് ബസ് വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുകയുണ്ടായി മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്. ആ സമയത്ത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് മന്ത്രിയല്ലല്ലോ, മന്ത്രിസഭയാണല്ലോ തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നാണ്. അദ്ദേഹത്തിനുള്ള മറുപടിയായി കൂടി കണക്കാക്കേണ്ടതുണ്ടോ ഈ ഗണേഷ് കുമാറിന്റെ? തീർച്ചയായും അനു, ഇത് പാർട്ടി സെക്രട്ടറിക്ക് കൂടിയുള്ളൊരു മറുപടിയായി വേണം ഈ ഗണേഷ് കുമാറിന് ഇന്നത്തെ ഒരു പ്രസ്താവന പരാമർശം കാണേണ്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നും ഇത്തരത്തിലൊരു നിസ്സഹകരണമായിരിക്കാം ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് ഉണ്ടാകുക എന്നുകൂടി വേണം നമുക്ക് മനസ്സിലാക്കാൻ. പൊതുവിൽ ജനങ്ങൾക്കിടയിൽ ഈ ഗണേഷ് കുമാറിന് സ്വീകാര്യത ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇത് പറയുമ്പോഴും ഉള്ളിലും അതുപോലെ തന്നെ മുന്നണിക്കുള്ളിലും ഒരു പഴയൊരുക്കം നടക്കുന്നതായിട്ടുള്ളൊരു സൂചനകളും ലഭിക്കുന്നുണ്ട്. അതായത് ഗണേഷ് കുമാറിനെ ആ മുന്നണി ധാരണ പ്രകാരം മന്ത്രിസഭയിലേക്ക് എടുത്തു എന്ന് ചോദിച്ചല്ലാതെ നിസ്സഹകരണം തുടർന്ന എന്നൊരു രീതിയും ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ട് വേണം ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ അവരെ എതിർത്തുകൊണ്ട് തന്നെ രംഗത്ത് വരിക എന്നതാണ് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ ഗണേഷ് കുമാറിന്റെ ആദ്യ പരിഷ്കാരം എന്നതായിരുന്നു ഈ ബസ് സംവിധാനം നിർത്തലാക്കുക എന്നത്. വളരെ നഷ്ടമുണ്ടാക്കുന്ന ഒരു പദ്ധതിയാണെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത്. അതായത് ഒരു ബസ് വാങ്ങുന്നതിന്റെ സ്ഥാനത്ത് 3 ഡീസൽ ബസ്സുകൾ വാങ്ങാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിനെ സുഗമമായി നടത്തുവാനും കഴിയും, KSRTCയെ സുഗമമായി നടത്താൻ കഴിയുന്നതടക്കമുള്ള ചിലവ് ചുരുക്കൽ നടപടിയൊക്കെ ഭാഗമായിട്ടായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെതിരെയാണ് പാർട്ടിയും നിന്ന് തന്നെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഉണ്ടായത്. അതുതന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പിൻവാങ്ങൽ നീക്കത്തിലേക്ക് ഗണേഷ് കുമാറിനെ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും താൻ ഇനി ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാനില്ല എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ശരി, ആ വിവാദം മാറ്റിവെക്കാമെങ്കിൽ കൂടി മറ്റൊന്ന് പ്രധാനമാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട അദ്ദേഹം എപ്രകാരമാണ് പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് കണ്ടതാണ്. ഇനി ഈ വാഹന രജിസ്ട്രേഷൻ വരുമാനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, അത് ഈ സംസ്ഥാനത്തിന് പുറത്തേക്കാണ് കൂടുതൽ പോകുന്നത്. കാരണം നികുതി കേരളത്തിൽ കൂടുതലാണ്, അതിൽ മാറ്റം വരുമെന്നുള്ള സൂചന തന്നെയാണോ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് മാറ്റം
ഉണ്ടാകും എന്ന് തന്നെ വേണം നമുക്ക് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാനാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ കേരളത്തിൽ നികുതി കൂടുതലാണ്, അതുകൊണ്ട് തന്നെയാണ് വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള വരുമാനം പുറത്തേക്ക് പോകുന്നത് എന്നും ഇത് സർക്കാർ പരിശോധിക്കും എന്നും ഗണേഷ് കുമാർ അറിയിക്കുകയുണ്ടായി. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ആ ഒരു രീതിയിലും ചില പരിഷ്കാരങ്ങൾ വേറെ തരത്തിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് വേണം ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും കൂടുതൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. മറ്റ് ഇത്തരത്തിലൊരു നടപടി രീതിയിലേക്ക് പോവുകയാണെങ്കിൽ, അത് വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ കൂടുതൽ നടപടിയിലേക്ക് എത്തും അല്ലെങ്കിൽ കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളെല്ലാം ഗണേഷ് കുമാർ സ്വീകരിക്കുമ്പോൾ അത് പാർട്ടി എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനാണ് ഇനി നമുക്ക് അറിയേണ്ടത്. കാരണം ഇത് തീരുമാനമെടുക്കുന്നത് മന്ത്രിസഭയാണെന്ന് തന്നെ നേരത്തെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിഷയങ്ങൾ ഗണേഷ് കുമാർ ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെതിരെ പാർട്ടിയും അല്ലെ മന്ത്രിസഭയും എന്താണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ശരി, പ്രശാന്ത് ശങ്കർമുഖത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.